അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 13 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഗൊദലൂബെ നദിയിലെ ജലനിരപ്പ് വൻതോതിൽ ഉയർന്നതിനെ തുടർന്നാണ് ദുരന്തം. 45 മിനിറ്റിനുള്ളിൽ നദിയിലെ ജലനിരപ്പ് 26 അടിയിലേറെ ഉയർന്നു. പരിസരത്തെ അവധിക്കാല ക്യാമ്പിലുണ്ടായിരുന്ന 20 പെൺകുട്ടികളെ കാണാതായെന്നും ടെക്സസ് ഗവർണർ ഡാൻ പാട്രിക് അറിയിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസാണ് നമുക്കൊപ്പം ചേരുന്നത്. ഐസൻ, മിന്നൽ പ്രളയമാണ്, അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രാഖി, വലിയൊരു നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിലും, അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചെത്തിയ വെള്ളം ആ മേഖലയിലുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ തകർത്ത രീതിയിൽ, വലിയ രീതിയിൽ പ്രളയമായി മാറുകയായിരുന്നു. വലിയ രീതിയിൽ നീരൊഴുക്കുണ്ടാവുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 45 മിനിറ്റുകൾ കൊണ്ട് 26 അടിയിലേറെയാണ് വെള്ളം ഉയർന്നത്. അതായത് ഒരു 3 നില കെട്ടിടത്തിനോളം ഉയരത്തിലേക്ക് 3/4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. സ്വാഭാവികമായും ആ പ്രദേശത്തെ മുഴുവൻ വെള്ളം വിഴുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രളയം വിഴുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ തോതിൽ വന്ന വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങളും കെട്ടിടങ്ങൾക്ക് നാശവും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13 പേർ മരിച്ചു എന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്. മറ്റൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത്, പ്രദേശത്തുണ്ടായിരുന്ന ഒരു സമ്മർ ക്യാമ്പിൽ, അതായത് ഒരു വേനൽക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന 700ഓളം പെൺകുട്ടികളിൽ 20 പെൺകുട്ടികളെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും ഇനി ലഭ്യമാകേണ്ടതുണ്ട്. ഇത്രയും ശക്തമായ ഒരു പേമാരിയും അതുപോലെ തന്നെ പ്രളയവും ഉണ്ടാകും, മലമ്പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുടെ സാന്നിധ്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ 24 മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പായി ലഭ്യമാവുകയും ചെയ്തിരുന്നു. ഇത്രയും ശക്തമായ ഒരു പ്രളയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ സാധ്യമായില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ പ്രളയം ഉണ്ടാകുമ്പോൾ അതിനെ സ്വാഭാവികമായും തടുക്കുന്നതിന് മനുഷ്യ സഹജമായ സംവിധാനങ്ങൾ കൊണ്ട് സാധ്യമാകില്ല എന്ന് തന്നെയാണ് നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നത്. വൻതോതിലുണ്ടായ ഈ പ്രളയത്തിൽ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നദിയിലെ ജലനിരപ്പ് ഒരു മണിക്കൂറിനകം വലിയ തോതിൽ, അതായത് 3 നില കെട്ടിടത്തോളം ഉയരത്തിൽ അതിശക്തമായ രീതിയിൽ ഇരച്ചെത്തിയ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വെള്ളം ഉയർന്നതോടുകൂടി ആ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പോലും സാധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയും പാലങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളെല്ലാം തകരുകയും ചെയ്തു. ഇലക്ട്രിസിറ്റി സപ്ലൈ ഉൾപ്പെടെ തകർന്ന സാഹചര്യമുണ്ട്. മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ടെക്സസ് ഗവർണർ പാട്രിക് എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും മരണനിരക്ക് വർദ്ധിച്ചേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ഭരണകൂടം അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്.